Good morning, children. How are you all? Are you all fine? Are you happy? Are you happy to learn EVS? Yes, then take your text, lesson 6, Up Above the Sky. Okay, let's start our class with the planet and satellite. ഓക്കെ, നമ്മൾ പ്ലാനറ്റ് ആൻഡ് സാറ്റലൈറ്റിനെ കുറിച്ച് പഠിക്കാൻ പോകുന്ന. കഴിഞ്ഞ ക്ലാസ് നമ്മൾ മൂണിനെ കുറിച്ച് പഠിച്ചിരുന്നു. പിന്നെ തന്നെ സണ്ണിനെ കുറിച്ച് പഠിച്ചിരുന്നു. നമ്മൾ പഠിച്ചു മൂണിന് സ്വന്തമായിട്ട് ചൂടോ വെളിച്ചമോ ഇല്ല. സണ്ണിന് സ്വന്തമായിട്ട് ചൂടും വെളിച്ചമുണ്ട്. സണ്ണിൽ നിന്ന് മൂണിലേക്ക് പതിക്കുന്ന ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്താണ് മൂണിന് വെളിച്ചം ഉണ്ടാകുന്ന നിലാവ് വരുന്നതെന്ന്. മൂൺ ലൈറ്റ് ഉണ്ടാകുന്ന അങ്ങനെയെന്നൊക്കെ നമ്മൾ പഠിച്ചു. ആ മൂൺ ലൈറ്റിന് ചൂടില്ല, കാരണം മൂണിന് ചൂടും വെളിച്ചമൊന്നുമില്ല. ഓക്കെ, സണ്ണിൻ്റെ പ്രകാശം മൂണിൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് മൂൺ ലൈറ്റ്, നിലാവെന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു സൺ ഈസ് എ ബിഗ് സ്റ്റാർ, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഹീറ്റ് ആൻഡ് ലൈറ്റ്. അതെല്ലാം നമ്മൾ പഠിച്ചു. നമ്മളിന്ന് പഠിക്കുന്ന പ്ലാനറ്റ് ആൻഡ് സാറ്റലൈറ്റ്, പേജ് നമ്പർ 59. ഓക്കെ, പ്ലാനറ്റ് ആൻഡ് സാറ്റലൈറ്റ് ആണ് നമുക്ക് നോക്കാം. പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് 8 പ്ലാനറ്റ്സ് ഉണ്ട്, അത് പഠിച്ചിട്ടുണ്ട്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഫ്ലൂട്ടോ എന്ന് പറയുന്ന ചെറിയൊരു കുഞ്ഞൻ പ്ലാനറ്റ് കൂടെ ഉണ്ടായിരുന്നു, അതിപ്പോഴില്ല. ഓക്കെ, ഇപ്പോൾ 8 പ്ലാനറ്റ്സാണ് ഉള്ളത്. അപ്പോൾ പ്ലാനറ്റ്സ് എന്താണ്, സാറ്റലൈറ്റ് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന എർത്ത് ഇതൊരു പ്ലാനറ്റാണ്. നമ്മൾ ജീവിക്കുന്ന എർത്ത് ഒരു പ്ലാനറ്റാണ്. എന്തുകൊണ്ടാണ് എർത്തിനെ പ്ലാനറ്റ് എന്ന് പറയാൻ കാരണം നോക്കാം നമുക്ക്. I'll read and give you. Planets are heavenly bodies in the sky that revolve around the sun along a definite path. The Earth is a planet. എന്തുകൊണ്ട് എർത്തിനെ പ്ലാനറ്റ് എന്ന് പറയാൻ കാരണം, ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ ചുറ്റുന്നു. അതുകൊണ്ടാണ് എർത്തിനെ പ്ലാനറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ ചുറ്റുന്ന ആകാശഗോളങ്ങളെ, ഹെവൻലി ബോഡീസിനെ എല്ലാം പ്ലാനറ്റ് എന്ന് പറയുന്നത്. സൂര്യനെ ഒരു നിശ്ചിത പാതയിലൂടെ വലം വയ്ക്കുന്ന എല്ലാ ഹെവൻലി ബോഡീസിനെയും, ദാറ്റ് മീൻസ് ആകാശഗോളങ്ങളെ നമ്മൾ പ്ലാനറ്റ് എന്ന് പറയുന്നു. എർത്ത് സ്വന്തമായിട്ട് കറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എർത്തിനെ പ്ലാനറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. Planets are heavenly bodies in the sky that revolve around the sun along a definite path. The Earth is a planet. Okay, satellites are heavenly bodies that revolve around planets. The moon is the satellite of the Earth. സാറ്റലൈറ്റ്സും ഹെവൻലി ബോഡീസാണ്. പക്ഷേ അതെന്ത് ചെയ്യുന്നു, അത് പ്ലാനറ്റിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. അത് സണ്ണിന് ചുറ്റുമല്ല, പ്ലാനറ്റിന് ചുറ്റും, ഗ്രഹങ്ങൾക്ക് ചുറ്റുമാണ് കറങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ ഹെവൻലി ബോഡീസ് പ്ലാനറ്റിന് ചുറ്റും മാത്രമാണ് കറങ്ങുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഉപഗ്രഹങ്ങൾ. പ്ലാനറ്റ്സ് ആർ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ, സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഉപഗ്രഹങ്ങൾ. പ്ലാനറ്റിന് ചുറ്റും കറങ്ങുന്നതിനാണ് ഉപഗ്രഹം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ദ മൂൺ ഈസ് ദ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ സാറ്റലൈറ്റാണ് ഏത്, മൂൺ എർത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മൂണിനെ എന്ത് പറയുന്നു, എർത്തിൻ്റെ സാറ്റലൈറ്റ് എന്ന് പറയുന്നു, ഉപഗ്രഹം എന്ന് നമ്മൾ പറയുന്നു. മക്കളെ, നെക്സ്റ്റ് പേജ് എടുത്ത് പേജ് നമ്പർ 60 എടുത്തേ. 60 എടുത്ത് എല്ലാവരും എടുത്തോ. ഓക്കെ, പേജ് നമ്പർ 60. ലെറ്റ്സ് സീ വാട്ട് ഈസ് ദർ. I'll read and give it. Page number 60. You know that the earth rotates on its axis and the part of the earth on which sunlight falls experiences day and the other part experience night. നമ്മൾ കണ്ടു, എർത്ത് സ്വന്തമായി കറങ്ങുന്നുണ്ട്. അങ്ങനെ സ്വന്തം ആക്സിസിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യന് നേരെ വരുന്ന പ്രദേശത്ത് പകലെന്നും അതിന് അതർ പാർട്ടിന് നൈറ്റ് എന്നും വിളിക്കുന്നു. You know that the earth rotates on its axis and the part of the earth on which sunlight falls experience day and the other part experience night. സൂര്യൻ നേരെ വരുന്ന ഭാഗത്തിന് നമ്മൾ ഡേ എന്നും അതർ പാർട്ടിന് നമ്മൾ നൈറ്റ് എന്നും പറയുന്നു. ഓക്കെ, ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഇസ് കോൾഡ് റൊട്ടേഷൻ. എർത്ത് സ്വന്തമായി ഇങ്ങനെ കറങ്ങുന്നതിന്, സ്വന്തം അച്ചുതണ്ടിൽ സ്വന്തം ആക്സിസിൽ കറങ്ങുന്നതിന് നമ്മൾ റൊട്ടേഷൻ എന്നാണ് പറയുന്നത്.
ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഇസ് കോൾഡ് എന്താണ്? റൊട്ടേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇറ്റ് ടേക്സ് 24 hours ഫോർ ദ എർത്ത് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. ദിസ് ഇസ് 1 day. ഓക്കെ, എർത്തിന് സ്വന്തമായിട്ടൊന്ന് ചുറ്റാൻ 24 hours വേണം. എർത്തിന് സ്വന്തമായിട്ടൊന്ന് ചുറ്റാൻ എത്ര സമയം വേണം? 24 hours വേണം. ഓക്കെ, ഇതാണ് 1 day. ഇതിനാണ് ദിസ് ഇസ് 1 day എന്ന് പറയുന്നത്. ഓക്കെ, ദ എർത്ത് ഓൾസോ റിവോൾവ്സ് around the sun in addition to its rotation. മക്കളെ, the earth also revolves around the sun in addition to its rotation. സ്വന്തം ആക്സിസിൽ ചുറ്റുന്നതിനോടൊപ്പം തന്നെ സൂര്യനെയും ചുറ്റുന്നു. ഓക്കെ, ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് എറൗണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ. ഈ എർത്ത് സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നു. ഇതിന് നമ്മൾ എന്ത് പറയും? റെവല്യൂഷൻ എന്ന് പറയുന്നു. സ്വന്തം ആക്സിസിൽ എർത്ത് കറങ്ങുന്നതിന് റൊട്ടേഷൻ എന്നും സൂര്യനെ വലം വയ്ക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? റെവല്യൂഷൻ എന്ന് പറയുന്നത്. റെവല്യൂഷൻ. സൂര്യനെ ഒരു പ്രാവശ്യം എർത്തിനെ ചുറ്റി തീരണമെങ്കിൽ ഒരു പ്രാവശ്യം കറങ്ങാൻ എത്ര ദിവസം എടുക്കുമെന്നറിയാമോ? എത്ര ദിവസം എടുക്കുന്നു? സൂര്യന് ചുറ്റാൻ നമ്മുടെ എർത്ത് എടുക്കുന്നത് എത്ര ദിവസം എന്നറിയാമോ? 365 and a quarter days. 365 and a quarter days to move around the sun once. This is 1 year. മക്കളെ, 365 and a quarter days എടുക്കുന്നുണ്ട് സൂര്യന് ചുറ്റും എർത്തിന് ഒന്ന് ചുറ്റാൻ. ഒരു പ്രാവശ്യം കറങ്ങി തീരാൻ വേണ്ടി 365 ദിവസം വേണം. ഇതാണ് ഇയർ എന്ന് പറയുന്നത്, ഒരു വർഷം എന്ന് പറയുന്നത്. മനസ്സിലായോ മക്കളെ? ദ എർത്ത് ഓൾസോ റിവോൾവ്സ് അറൗണ്ട് ദ സൺ ഇൻ അഡീഷൻ ടു ഇറ്റ്സ് റൊട്ടേഷൻ. ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ. ദ എർത്ത് ടേക്സ് 365 and a quarter days to move around the sun once. This is 1 year. മനസ്സിലായോ? You can now demonstrate in your class with your friends the rotation and the revolution of the earth and the moon. ഓക്കെ, നിങ്ങൾ റൊട്ടേഷൻ, റെവല്യൂഷൻ ഓഫ് ദ എർത്ത് ആൻഡ് ദ മൂൺ നമുക്കിത് നമ്മുടെ ക്ലാസ്സിൽ ചെയ്യാവുന്നൊരു ഇതാണ്. നമ്മൾ നോക്കിയേ, 3 മക്കൾ നിൽക്കുന്നത് കണ്ടോ? ഒരു വലിയ സർക്കിൾ വരച്ചു. അതിലാരാ നിൽക്കുന്നത്? സൺ നിൽക്കുന്നുണ്ട്. ആ സർക്കിളിൻ്റെ ആ ലൈനിൽ ആര് നിൽക്കുന്നു? എർത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ കണ്ടു എർത്ത് സ്വന്തമായിട്ട് കറങ്ങും, അതുപോലെ സൂര്യന് ചുറ്റും വലം വയ്ക്കുമെന്ന് പഠിച്ചു. അപ്പം പിന്നെ വലിയ സർക്കിളിൻ്റെ അകത്ത് സൂര്യനുണ്ട്. പിന്നെ ആ സർക്കിളിൻ്റെ ലൈനിൽ, ആ പാത്തിൽ എർത്തുമുണ്ട്. നോക്കിയേ, പിന്നെ ആ വലിയ സർക്കിളിൻ്റെ അകത്ത് തന്നെ വേറെ ചെറുതൂടെ കണ്ടോ? അതിലാര് നിൽക്കുന്നു? മൂണ് ആർക്ക് വലം വയ്ക്കുന്നത്? എർത്തിന്. എർത്ത് ആർക്ക് വലം വയ്ക്കുന്നു? സണ്ണിന്. ഓക്കെ, നമുക്ക് നോക്കാം. നോട്ടീസ് ദ പൊസിഷൻ ഓഫ് ദ സൺ, ദ എർത്ത് ആൻഡ് ദ മൂൺ വെൻ ദേ കം ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈന് വരുമ്പോൾ ഒരു പൊസിഷൻ നിങ്ങൾ കണ്ടോ? സണ്ണിൻ്റെയും മൂണിൻ്റെ എർത്തിൻ്റെ പൊസിഷൻ കണ്ടല്ലോ മക്കൾ? കണ്ടു. ഇനി മക്കൾ നെക്സ്റ്റ് പേജിൽ നിന്ന് എടുക്കാവോ കൊച്ചുങ്ങളെ? എടുത്ത പൊന്നു മക്കൾ എടുത്തു. പേജ് നമ്പർ ഏതാ മക്കളെ? പേജ് നമ്പർ 61. എടുത്തെല്ലാവരും? എടുത്തല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം. അവിടെ ന്യൂ മൂണിൻ്റെ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പിക്ചറുണ്ട്. സൺ, മൂൺ, എർത്ത്. നോക്കിയേ, സൺ, മൂൺ, എർത്ത് വരച്ചിരിക്കുന്നത് കണ്ടോ? നമുക്ക് നോക്കാം അതിൻ്റെ മൂവ്മെൻ്റൊക്കെ നമുക്ക് നോക്കാം ഇവിടെ. വൈ ഈസ് ദ മൂൺ ഫുള്ളി ബ്രൈറ്റ് ഓൺ സം നൈറ്റ് ആൻഡ് നോട്ട് സീൻ ഓൺ അതർ നൈറ്റ്സ്? ചില രാത്രികളിൽ ഫുൾ മൂണെ കാണാം, ചില രാത്രികളിൽ ഒട്ടും കാണത്തില്ല. ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ കണ്ടല്ലോ. ക്യാൻ ദ പാർട്ട് ഓഫ് ദ മൂൺ ഓൺ വിച്ച് സൺലൈറ്റ് ഫോൾസ് ബി സീൻ ഫ്രം ദ എർത്ത് വെൻ ദ സൺ, ദ മൂൺ ആൻഡ് ദ എർത്ത് കം ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ? മക്കളെ നോക്കിയേ, സണ്ണും മൂണും എർത്തും ഒരു ലൈനിൽ വരുമ്പം ഇത് സംഭവിക്കുന്നു നോക്കാമല്ലോ. ക്യാൻ ദ പാർട്ട് ഓഫ് ദ മൂൺ ഓൺ വിച്ച് സൺലൈറ്റ് ഫോൾസ് ബി സീൻ ഫ്രം ദ എർത്ത് വെൻ ദ സൺ, ദ മൂൺ ആൻഡ് ദ എർത്ത് കം ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ? സണ്ണും മൂണും എർത്തും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എന്നില്ല. എർത്തിൽ നിന്ന് നോക്കിയാൽ മൂൺ ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം സൺ, മൂൺ, എർത്ത് ഒരേ ലെവലിൽ വന്നാൽ സണ്ണിൽ നിന്നുള്ള പ്രകാശം മൂണിൻ്റെ ഒരു ഭാഗത്ത് തട്ടും,
മറുഭാഗത്ത് ഇല്ല. മറുഭാഗം എങ്ങനെയുണ്ട്? ഡാർക്കാണ്. അപ്പോൾ നമ്മൾ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു? മൂണ് ഇരുണ്ടിരിക്കുന്നു അല്ലേ? യെസ്. ഡസ് ഇൻ ദ പാർട്ട് ഓഫ് ദ മൂൺ ദാറ്റ് ഫേസസ് ദ എർത്ത് അപ്പിയർ ടു ബി ഡാർക്ക്. ഡസ് ഇൻ ദ പാർട്ട് ഓഫ് ദ മൂൺ ദാറ്റ് ഫേസസ് ദ എർത്ത് അപ്പിയർ ടു ബി ഡാർക്ക്. മനസ്സിലായില്ലേ? കണ്ടോ? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഭൂമിക്ക് നേരെ വരുന്ന ഭാഗം ഇരുണ്ടല്ലേ കാണുന്നത്? യെസ്. സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രൻ്റെ ഭാഗം മാത്രം നമ്മുടെ എർത്തിന് ഫേസ് ചെയ്ത് വരുന്നു. അപ്പോൾ ചന്ദ്രനെ നമുക്ക് എന്ത് തീരെ കാണാൻ പറ്റുകയില്ല. ചന്ദ്രനെ കാണാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ അതിനെന്ത് പറയുന്നു? ന്യൂ മൂണിൻ്റെ അമാവാസി ഓർ കറുത്തവാവ് എന്ന് പറയുന്നു അല്ലേ? സൂര്യൻ, സൺ, മൂൺ, എർത്ത് ഒരേ ഇതിൽ വന്നു കഴിയുമ്പോൾ, നേർരേഖ വരുമ്പോൾ സൂര്യപ്രകാശം തട്ടുന്ന മൂണിൻ്റെ ഭാഗം ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റത്തില്ല. ഭൂമിക്ക് നേരെ വരുന്ന ഭാഗം എങ്ങനെയുണ്ട്? ഇരുണ്ടിരിക്കുന്നു. സൂര്യപ്രകാശം പതിക്കാത്ത മൂണിൻ്റെ ഭാഗം മാത്രമേ നമുക്ക് ഭൂമിക്ക് അഭിമുഖമായി വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് മൂണിനെ കാണാൻ തീരെ പറ്റില്ല. കാരണം അത് ഇരുണ്ടായിരിക്കുന്നത്. അതിന് അമാവാസി കറുത്തവാവ് എന്ന് പറയുന്നു. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. ദ മൂൺ ഈസ് നോട്ട് സീൻ അറ്റ് ഓൾ വെൻ ദ പാർട്ട് ഓഫ് ദ മൂൺ ദാറ്റ് ഡസ് നോട്ട് ഗെറ്റ് സൺലൈറ്റ് ഫേസസ് ദ എർത്ത്. ദിസ് ഡേ ഈസ് കോൾഡ് ന്യൂ മൂൺ ഡേ or Amavasi or Kartavavu. In the picture below, you can see that the sun, the earth and the moon are in a straight line. The part of the moon where sunlight falls faces the earth. മക്കൾ നോക്കി താഴത്തെ പിക്ചർ നോക്കിയേ. താഴെയുള്ള ചിത്രത്തിൽ എങ്ങനെയുണ്ട്? സണ്ണ്, എർത്ത്, മൂണ്. സണ്ണും എർത്തും മൂണും നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്നല്ലേ? വന്നു. അപ്പോഴോ ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാവം എവിടെയുണ്ട്? ഭൂമിക്ക് നേരെയാണ്. ഭൂമിയുടെ ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രൻ്റെ പ്രകാശിത രൂപം പൂർണ്ണമായും കാണാൻ കഴിയും. കംപ്ലീറ്റ് നമുക്ക് കാണാൻ കഴിയും. ആ ദിവസത്തിന് നമ്മൾ എന്ത് പറയുന്നു? വെളുത്തവാവ് ഓർ പൗർണമി ഓർ ഫുൾ മൂൺ ഡേ എന്ന് നമ്മൾ പറയല്ലേ? നോക്കിയ മക്കള്, ദ ഡേ ഓൺ വിച്ച് ദി ഇലൂമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ ഈസ് ഫുള്ളി വിസിബിൾ ഫ്രം ദ എർത്ത് ഈസ് കോൾഡ് ഫുൾ മൂൺ ഡേ, പൗർണമി ഓർ വെളുത്തവാവ്. മക്കൾ കണ്ടില്ലേ? ഇൻ ദ പിക്ചർ ബിലോ യു ക്യാൻ സീ ദാറ്റ് ദ സൺ, ദ എർത്ത് ആൻഡ് ദ മൂൺ ആർ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സണ്ണ്, എർത്ത്, മൂണ് സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പോൾ എന്ത് പറ്റുന്നു? സണ്ണിൽ നിന്ന് പ്രകാശം, സണ്ണിൽ നിന്ന് മൂണിൽ തട്ടുന്ന പ്രകാശം എർത്തിന് നേരെയാണ്. ഇറ്റ് ഫേസസ് ദ എർത്ത്. ദ പാർട്ട് ഓഫ് ദ മൂൺ വെയർ സൺലൈറ്റ് ഫോൾസ് ഫേസസ് ദ എർത്ത്. ആ മൂണിൽ പ്രകാശം വീഴുന്ന ഏതിനോട് ഫേസ് ചെയ്തിരിക്കുന്നത്? എർത്തിനോട് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു? ഫുൾ മൂൺ കിട്ടുന്നു അല്ലേ? നിലാവ് കിട്ടുന്നു. ദ ഡേ ഓൺ വിച്ച് ദി ഇലൂമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ ഈസ് ഫുള്ളി വിസിബിൾ ഫ്രം ദ എർത്ത് ഈസ് കോൾഡ് ഫുൾ മൂൺ ഡേ, പൗർണമി ഓർ വെളുത്തവാവ്. കണ്ടല്ലോ മക്കൾ? ഓക്കെ, മിസ് ഇവിടെ വരെ പഠിപ്പിക്കുന്നുള്ളൂ. ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. കൊച്ചുങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് പഠിക്കണം കേട്ടോ. നന്നായി വായിച്ച് പഠിക്കുകയല്ലേ? ഓക്കെ.